നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ചെവി, മൂക്ക്, തൊണ്ട ഇവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ പലപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നു. ENT രോഗങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കിപ്പം കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ ENT വിഭാഗം കൺസൾട്ടന്റ് ഹെഡ് ആൻഡ് നെക്ക് സർജൻ ഡോക്ടർ സഞ്ജു ആറുണ്ട്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ, ഈ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെ പ്രശ്നങ്ങൾ പലപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ENT ചികിത്സാ രീതി? ഓക്കെ, ഫസ്റ്റ് ചോദ്യം തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ENT ഒരുമിച്ച് ചികിത്സിക്കുന്നു? അപ്പം നമ്മുടെ മുഖത്തുള്ള 3 അവയവങ്ങളാണ് ചെവി, മൂക്ക്, തൊണ്ട. അപ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷനും അവിടെ ഉണ്ട്. അപ്പോൾ മൂക്ക് വഴി ശ്വസിച്ച് മൂക്കിൻ്റെ പുറകുവശത്തെത്തുമ്പോൾ അവിടുന്ന് ഒരു ട്യൂബ് ചെവിയിലേക്ക് തുറക്കുകയും അതിന് യൂസ്റ്റേഷൻ ട്യൂബ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പുറകിലായി നേസോഫാരിങ്സ്, അതുവഴി നമ്മുടെ ഫാരിങ്സിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഓറൽ ക്യാവിറ്റി എത്തുന്നു. അങ്ങനെയാണ് ഇത് 3ഉം ബന്ധിച്ച് കിടക്കുന്നത്. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്നത് ഒരു ജലദോഷം, മൂക്കൊലിപ്പ് വരുന്ന സമയത്ത് ഒരു ചെവി വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം, തൊണ്ടവേദനയുള്ള സമയത്ത് ചെവി വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ENT ഡോക്ടറിനെ എല്ലാ ഈ 3 അവയവങ്ങളുടെ അസുഖത്തിനും ഒരുമിച്ച് പോയി കാണാറുള്ളത്. ഡോക്ടർ, ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് എത്തിയാൽ, ഈ രാത്രി സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ ഈ ചെവി പൊത്തിപ്പിടിച്ചൊക്കെ കരയാറുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് എന്താണ്, അതിന് കാരണം? ഓക്കെ, അത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. യൂഷ്വലി തണുപ്പുള്ള അല്ലെങ്കിൽ മഴക്കാല സമയത്താണ് യൂഷ്വലി ഇങ്ങനത്തെ പേഷ്യൻസ് എമർജൻസിയിൽ നൈറ്റായിട്ടാണ് വരുന്ന ഹിസ്റ്ററി തന്നെ അമ്മമാരല്ലെങ്കിൽ അച്ഛന്മാർ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞ് നിർത്താതെ കരഞ്ഞായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം ചില സമയത്ത് കുഞ്ഞ് ചെവിയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടായിരിക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ചെവി വേദന എടുത്തിട്ടായിരിക്കും കുഞ്ഞ് കരയുന്നത്. അങ്ങനത്തെ ഹിസ്റ്ററി വരുമ്പോൾ യൂഷ്വലി നമ്മൾ ആദ്യം വന്ന് കാണുമ്പോൾ തിരക്കുന്നത് ജലദോഷമോ മൂക്കൊലിപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചെവിയുടെ എക്സാമിനേഷൻ, ഓട്ടോ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ ചെവിയിലെ കർണപടം അല്ലെങ്കിൽ ടിമ്പാനിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് ചുമന്ന് കാണുകയും, അങ്ങനെയാണ് നമ്മൾ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണത്. അത് ഇപ്പോൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ജലദോഷം, മൂക്കൊലിപ്പ് വരുമ്പോൾ ആ ഇൻഫെക്ഷൻ ചെവിയുടെ പുറകുവശത്തുള്ള യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയുന്ന ട്യൂബ് വഴി ചെവിയുടെ നടുക്കത്തെ ചെവിയിലേക്ക്, മിഡിൽ ഇയറിലേക്ക് കണക്റ്റഡ് ഉണ്ട്. അപ്പം ആ ഇൻഫെക്ഷൻ ചെവിയിലേക്ക് സ്പ്രെഡായി ഇത് രാത്രിയിൽ, എന്തുകൊണ്ട് രാത്രിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ യൂഷ്വലി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഫാനിൻ്റെയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തുള്ള തണുപ്പിൻ്റെ ഭാഗമായിട്ട് ആ ട്യൂബ് കയറി ഒന്നും കൂടെ ബ്ലോക്ക് ആവുകയും ആ ചെവി വേദന കൂടുകയും, അങ്ങനെയാണ് യൂഷ്വലി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് എണീക്കുന്നത്. മിക്കപ്പോഴും മാതാപിതാക്കൾക്ക് സംശയം വരുന്നത് ചെവിയിൽ എന്തെങ്കിലും ഉറുമ്പ് കയറിയെന്നോ അല്ലെങ്കിൽ ചെവിക്കായം എന്ന് പറഞ്ഞൊക്കെ ആരെയും കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ യൂഷ്വലി എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ച് വരുമ്പോഴാണ് ഇങ്ങനൊരു ഡയഗ്നോസിസിലോട്ട് എത്തുന്നത്. അതിനെ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ചെവി വേദനയായിട്ട് വരുന്നത്. മാത്രമല്ല, ഈ പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ്, അതിനെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ കേൾവിക്കുറവിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവിൻ്റെ ചികിത്സാ രീതികൾ അതെങ്ങനെയാണ് ഡോക്ടർ? ഓക്കെ, അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള, എന്നാൽ വളരെ ബോധവൽക്കരണം വളരെ കുറവുള്ള ഒരു മേഖലയാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ്. കേൾവി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കേൾവി ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് നമ്മൾ കേൾവി ദിനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത് തന്നെ. അപ്പോൾ ഈ പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ് ഇപ്പോൾ ചോദിച്ചില്ലേ, അതിന് നമ്മൾ സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാണ് പറയുന്നത്. അതിന് യൂഷ്വലി മോസ്റ്റ് കോമൺലി ഇപ്പോൾ പേഷ്യൻ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെവിയിലൊരു ചെറിയൊരു അടപ്പ് പോലെ തോന്നും, ചെറിയൊരു മൂളൽ കാണും. അവർ ഇതിനെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു എമർജൻസി സിറ്റുവേഷൻ തന്നെയാണ്. അങ്ങനെയുള്ള സമയത്ത് എത്രയും പെട്ടെന്ന് ഒരു ENT ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ഓപ്ഷൻ. അതല്ലെങ്കിൽ ഹം ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് നമുക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ സ്വന്തമായിട്ട് എന്ന് പറഞ്ഞ് മൂളി നോക്കുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടുള്ള കേൾവി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് വീട്ടിൽ ഇരുന്ന് തന്നെ. പക്ഷേ എന്തുണ്ടെങ്കിലും ഇങ്ങനൊരു കണ്ടീഷൻ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു കേൾവിക്കുറവ് ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ഡോക്ടറിനെ കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഉള്ള ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഞരമ്പിൽ എന്തെങ്കിലും കേൾവിക്കുറവുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചികിത്സ നമ്മൾ 3 മുതൽ 6 മണിക്കൂറിനുള്ളിൽ തന്നെ ചികിത്സ കൊടുത്താൽ നമുക്ക് പൂർണ്ണമായും കേൾവി തിരിച്ചു കിട്ടാൻ പറ്റുന്നൊരു കണ്ടീഷനാണ്. അതായത് യൂഷ്വലി ഹൃദയാഘാതം അല്ലെങ്കിൽ തലച്ചോറിന് വരുന്ന സ്ട്രോക്ക് പോലെയുള്ള അസുഖത്തിന് വരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ചെവിയിലുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന കേൾവിക്കുറവും. യൂഷ്വലി കണ്ടുവരുന്നത് മോസ്റ്റ് കോമൺലി ഇതിനൊരു പ്രത്യേകിച്ച് കാരണം കണ്ടെത്താൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇഡിയോപ്പതിക് സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഇടയ്ക്ക് പറയാറുണ്ട്. പിന്നെ കണ്ടുവരുന്ന കാരണങ്ങൾ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ഷൻ്റെ, അല്ലെങ്കിൽ ഈ ചെവിയിലെ ഞരമ്പിൻ്റെ ചുറ്റുമുള്ള നീർക്കെട്ട് സംഭവിക്കുക, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ പെട്ടെന്നുള്ള കേൾവിക്കുറവുകൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്റ്റിറോയിഡ്, വൈറസിനെതിരെയുള്ള മരുന്നുകൾ, നീര് പറ്റാനുള്ള മരുന്നുകൾ ഒക്കെയാണ് കൊടുക്കാറുള്ളത്.
ഈ യൂഷ്വലി കണ്ടുവരുന്ന കേൾവിക്കുറവിൻ്റെ കാരണങ്ങൾ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പോലെ ചെവിയിലെ ഉള്ളിലെ ചെവിക്കായം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ENT ഡോക്ടറെ കാണുകയും ചെവിക്കായം ഉണ്ടെങ്കിൽ ഫസ്റ്റ് അത് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഉള്ളത് നടുക്കലത്തെ ചെവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ടെസ്റ്റുകളാണ് ടിമ്പാനോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ്. അത് ടെസ്റ്റ് ചെയ്താൽ കഫം കെട്ടിക്കിടപ്പുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. ഈ കഴുത്തിന് മുന്നിൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും തൈറോയിഡിലേക്ക് എത്തിയാൽ അത് എല്ലാ മുഴകളും തൈറോയിഡ് വീക്കമാണോ? അപ്പോൾ ഏത് അവസ്ഥയിലാണ് ഈ തൈറോയിഡ് ഗ്രന്ഥി നമ്മൾ നീക്കം ചെയ്യേണ്ടത്? ഓക്കെ, കഴുത്തിലെ ഫ്രണ്ടിലെ എല്ലാ മുഴകളും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മുഴകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം. പിന്നെ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയിൽ നമ്മൾ കാണാറുള്ള ഏറ്റവും കൂടുതൽ OPD കാണാറുള്ള കേസുകളും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മുഴകൾ തന്നെയാണ്. അതുകൂടാതെ കഴലവീക്കങ്ങളായിട്ട് വരാറുണ്ട്. ഇങ്ങനെ എന്ത് വന്നാലും ഇതിൻ്റെ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. പെട്ടെന്നുണ്ടായ മുഴകളാണോ അതോ കുറേ ദീർഘകാലമായിട്ട് നിങ്ങൾ കണ്ടു തുടങ്ങിയതാണോ? പെട്ടെന്നുണ്ടായതാണെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് കഴലവീക്കങ്ങൾ വന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ് പോകുന്നത്. ഇനി തൈറോയ്ഡ് ഗ്രന്ഥിയിലേക്ക് വരികയാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി യൂഷ്വലി കുറച്ച് നാളായിട്ട് കാണുന്ന വീക്കമായിരിക്കും. അവർ സമയം കൊള്ളപ്പോൾ ഒന്ന് ഡോക്ടറെ കാണാമെന്ന് കരുതി വന്നതായിരിക്കും. അപ്പം നമ്മളൊരു യൂഷ്വലി ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കത്തിന് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ യൂഷ്വലി അതിന് ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുകയും എന്നിട്ട് നമ്മൾ ബ്ലഡിലുള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുകയും കഴുത്തിലെ മുഴകളെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും മനസ്സിലാക്കും. അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ബ്ലഡിലെ തൈറോയ്ഡ് ഹോർമോണിന് ലെവൽ കുറവുണ്ടോ കൂടുതലുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഹോർമോണിൻ്റെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഹോർമോണിനെതിരെയുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്യും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥിയിലെ വീക്കത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ട് അതിലെ കുരുക്കളുടെ സൈസും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഗ്രേഡിംഗ് ഉണ്ട്. ടൈറാഡ്സ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് ഗ്രേഡ് ചെയ്തിട്ട് ഇതിനെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് ഗ്രേഡ് ചെയ്തിട്ട് അതിൻ്റെ കുരുക്കളുടെ സൈസ്, കളറ്, അതിലേക്കുള്ള രക്തയോട്ടം, കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിറ്റ് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതിനെ ഗ്രേഡ് ചെയ്ത് ഇതിൻ്റെ സൈസിനനുസരിച്ച് ഇതിനെ വെറുതെ നമ്മൾ മോണിറ്റർ ചെയ്താൽ മതിയോ അതോ ഇതിലേക്ക് അടുത്ത എന്തെങ്കിലും കുഴപ്പക്കാരനാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കുത്തിപ്പരിശോധനയിലേക്ക് പോകണോ എന്നൊക്കെയുള്ള തീരുമാനങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ കുത്തിപ്പരിശോധനയ്ക്ക് പോകേണ്ട കേസുകളിലോട്ട് കുത്തിപ്പരിശോധനയിലോട്ട് പോകും. അതിനെ FNAC എന്നാണ് പറയുന്നത്, കുത്തിയെടുക്കുക. അത് നമുക്ക് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടുകൂടി ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. USG ഗൈഡഡ് FNAC എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് ബെതസ്ഡ സ്കോറിങ് ഇതുപോലെ തന്നെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് ഗ്രേഡ് ചെയ്യുകയും ഈ ഗ്രേഡിങ്ങിനനുസരിച്ചാണ് ഇതിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതിയോ അതോ സർജറി വേണോ, എന്ത് തരം സർജറി വേണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. യെസ് ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊരു കോളർ കൂടി ചേരുന്നുണ്ട്. രാജനാണ് മലപ്പുറത്ത് നിന്ന്. രാജൻ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ, നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ രാജൻ. 70 വയസ്സ്. ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസം മുൻപ് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, ജലദോഷം. അതൊരു വല്ലാത്ത അസ്വസ്ഥതയായിട്ട് ഇതുവരേക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ ചുമയും മറ്റുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇവിടുത്തെ PHCയിലാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ 5 അറ്റാക്കും 2 സ്ട്രോക്കും കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഈ ഇത് വന്നതിന് ശേഷം എന്റെ സംസാരത്തിന്റെ ശബ്ദത്തിനും വല്ലാത്തൊരു ഇടർച്ചയും തൊണ്ട അടച്ചുകൊണ്ട് ഒരു അത്യാവശ്യം നന്നായി പാടുന്ന ഞാൻ ഇതിന്റെ തൊണ്ട തുറക്കാൻ പറ്റാതെ ഇരിക്കുക. അതാണോ അച്ഛൻ്റെ പ്രശ്നം? അതെ, എന്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പം അച്ഛനിപ്പം ഇത് ബുദ്ധിമുട്ട് തുടങ്ങിയത് ഒരു ജലദോഷം മൂക്കൊലിപ്പായിട്ട് തുടങ്ങുകയും അത് പതിയെ ചുമയായി മാറുകയും ചെയ്തു. അതിനുശേഷം ചുമ കൂടിയതിന് ശേഷമാണ് ശബ്ദ വ്യത്യാസം വന്നു തുടങ്ങിയത് അല്ലേ? പക്ഷേ ഇത് 1 മാസമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 മാസമായിട്ട് ഈ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് വെറുതെ മരുന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്തുകൊണ്ട് ഈ 1 മാസമായി നീണ്ടു നിൽക്കുന്ന ജലദോഷം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ സൈനസ് ഞാൻ ഇവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശം ചെസ്റ്റിൽ കാണിച്ചിരുന്നു മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ കോളേജ് ചെസ്റ്റിൽ കാണിച്ചപ്പോൾ അവര് ഇത് കഴിഞ്ഞിട്ട് ENT കാണിക്കണം എന്നാണ്.
ഓക്കെ, അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് കണ്ടതുകൊണ്ട് ഞാൻ സാറിനെ വിളിച്ചു. ശരി, അപ്പം ഇങ്ങനെ ഒരു മാസമായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ENT ഡോക്ടറെ കാണുക. ENT ഡോക്ടറെ കാണുമ്പോൾ ENT ഡോക്ടർ എന്തായാലും ഫസ്റ്റിലേ ചെയ്യാൻ പോകുന്നത് ഒരു നേസൽ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ്. ചെറിയ പ്രൊസീജിയറാണ്, OPDയിൽ വെച്ച് ചെയ്യാവുന്ന പ്രൊസീജിയറാണ്. നമ്മൾ മൂക്കിനകത്ത് മൂക്ക് ചെറുതായിട്ട് ഒരു മരുന്ന് വെച്ചൊന്ന് മരവിപ്പിച്ചിട്ട് മൂക്കിനകത്ത് ക്യാമറ ഇട്ട് നോക്കും. അപ്പോൾ ക്യാമറ ഇട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു മാസമായിട്ടുള്ള മോസ്റ്റ് കോമൺലി അച്ഛൻ്റെ ഹിസ്റ്ററി വെച്ചിട്ട് ഒരു സൈനസൈറ്റിസ് ആവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മൂക്കിനകത്ത് പഴുപ്പോ കഫമോ എന്തെങ്കിലും ദശയ്ക്ക് എന്തെങ്കിലും വളർച്ചയോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ പറ്റും. അങ്ങനെ പഴുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴുപ്പ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം പിന്നെ ശബ്ദ വ്യത്യാസവും കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ തൊണ്ടയുടെ ഒരു എൻഡോസ്കോപ്പിയും കൂടെ ചെയ്ത് നോക്കണം. വീഡിയോ ലാരിഞ്ചോസ്കോപ്പി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം, ഈ ചുമ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വയറിനകത്തുനിന്ന് വരുന്ന ആസിഡ് റിഫ്ലെക്സും ഒരു കാരണമാണ് ഈ ചുമ പെർസിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ തൊണ്ടയിൽ ചെയ്യുന്ന എൻഡോസ്കോപ്പിയിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 2 എൻഡോസ്കോപ്പിയാണ് ബേസിക്കായിട്ട് അച്ഛന് ചെയ്യേണ്ടി വരുന്നത്. ചിലപ്പോൾ ഒരു മുഖത്തെ ഒരു CT സ്കാനും കൂടെ ചെയ്യേണ്ടി വരും. സൈനസൈറ്റിസ് ആവാനാണ് സാധ്യത അച്ഛൻ്റെ ഈ ഒരു പ്രശ്നത്തിലുള്ള കാരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈനസൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറ്റം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അച്ഛൻ ഉടൻ തന്നെ ഒരു ENT ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. പ്രേക്ഷകനെ വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അടുത്ത ചോദ്യത്തിൽ ഈ തൊണ്ടയിൽ തടഞ്ഞിരിക്കുന്ന മുള്ളുകൾ എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത്? നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ ഈ സ്വയം ചികിത്സ അത് എത്രത്തോളം ഫലവത്താണ്? അത് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ലേ അതിൽ? അതെ, എസ്പെഷ്യലി ഞാനൊരു കൊല്ലംകാരനായതുകൊണ്ട് കൊല്ലത്ത് ഇഷ്ടംപോലെ മീനും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഈ തൊണ്ടയിൽ മുള്ളു കൊണ്ടുവരുന്ന രോഗി വളരെ കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നതാണ്. യൂഷ്വലി വരുന്നത് എല്ലാം രാത്രി ഒരു 10 മണിക്കും ഒരു 12 മണിക്കും ഇടയ്ക്കാണ്. കാരണം ഞാൻ കണ്ടുവരുന്നത് ഈ തൊണ്ടയിൽ മുള്ളു കൊള്ളുന്നത് ഒന്നുകിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തെയോ ഭക്ഷണത്തിന് ശേഷമായിരിക്കും. പക്ഷേ ഈ ഇപ്പം ചോദിച്ച പോലെ തന്നെ സ്വയം ചികിത്സ എന്ന് പറയുന്നൊരു പരിപാടി ചെയ്തിട്ട് എല്ലാം ഫെയിലായതിന് ശേഷമാണ് രാത്രി ഒരു 10 മണിക്ക് ശേഷം അവർ തീരുമാനിക്കുന്നത് ഡോക്ടറെ കാണാമെന്ന്. പക്ഷെ അങ്ങനെയല്ല, തൊണ്ടയിലൊരു മുള്ളു കൊണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായാൽ തന്നെ ഡോക്ടറെ വന്ന് കാണേണ്ടതാണ്. സ്പെഷ്യലി ENT ഡോക്ടറെ കാണുക. അപ്പോൾ നമ്മളൊരു തൊണ്ടയിൽ മുള്ളു കൊണ്ട് വരുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്ത് ആദ്യം എക്സാമിൻ ചെയ്യും. നമ്മുടെ ഹെഡ്ലൈറ്റ് വെച്ച് ടങ് ഡിപ്രസർ വെച്ച് നമുക്ക് നോക്കിയിട്ട് മോസ്റ്റ് കോമൺലി മുള്ളു കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ടോൺസിൽ പോലത്തുള്ള സ്ഥലത്ത് നോക്കും. നാക്കിൻ്റെ പുറകുവശം, ടോൺസിൽ, അവിടെയൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അത് നമുക്ക് നേരിട്ട് തന്നെ നോക്കാൻ പറ്റുന്നതാണ്. ഇനി അങ്ങനെ നേരിട്ട് നോക്കാൻ പറ്റിയിട്ടും കാണാൻ പറ്റാത്ത മുള്ളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കും. എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വലിയ മുള്ളുകൾ കുത്തിയിരിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പിയുടെ സഹായത്തോടുകൂടി തന്നെ തൊണ്ടയിൽ നിന്ന് മുള്ളു മാറ്റാൻ സഹായിക്കുന്ന രീതിയിലുള്ള വളഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ്. നമുക്കത് വെച്ചിട്ട് മുള്ളെടുക്കാൻ പറ്റും. പക്ഷേ യൂഷ്വലി കണ്ടുവരുന്നത് ഒരുവിധപ്പെട്ടവരെല്ലാം ഇപ്പം നോക്കുന്നത് എക്സ്റേ എടുത്താണ് ആദ്യം തന്നെ നോക്കുന്നത്. യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ എക്സ്റേയിൽ ഈ മുള്ളുകൾ ഡിഫിക്കൽട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാനും, ഉണ്ടെങ്കിൽ തന്നെ ഡൗട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മൊഡാലിറ്റി ഫസ്റ്റിലെ എൻഡോസ്കോപ്പിയിലോട്ട് തന്നെ ചെയ്ത് നമുക്ക് മുള്ളുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മുള്ള് കാണുന്നില്ല, പക്ഷേ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ട് അപ്പോഴും ഉണ്ട്, മുള്ളുള്ള ഫീൽ ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് CT സ്കാൻ എടുത്ത് മുള്ളിൻ്റെ പൊസിഷൻ അറിയേണ്ടതാണ്. കാരണം ചില കണ്ടീഷനിൽ നമ്മൾ തന്നെ മെഡിട്രീന ഹോസ്പിറ്റലിൽ ഏറെക്കുറെ മന്ത്ലി ഒരു കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ ഒരു മോർ ദാൻ 20-25 കേസസ് ഫിഷ് ബോണ്ട് വരാറുണ്ട്. ഫിഷ് ബോണ്ട് മാത്രമല്ല, ചിക്കൻ്റെ എല്ലായാലും ബാക്കി എന്താണെങ്കിലും ഫിഷ് ബോണാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 3 ദിവസം 4 ദിവസം പഴക്കമുള്ള മുള്ളുകളൊക്കെ കഴുത്ത് തുറന്ന് മുള്ളെടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ടോൺസിലെക്ടമി ചെയ്ത് ടോൺസിലിനകത്ത് മുള്ളെടുക്കേണ്ടി വന്നിട്ടുണ്ട്, കഴുത്ത് തുറന്നെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും അങ്ങനെയാണ് മുള്ളെടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ OPD വെച്ച് തന്നെ എടുക്കും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി മയക്കിയിട്ടാണ് എടുക്കുന്നത്. കാരണം മുള്ളിരുന്ന് അവിടെ പഴുക്കാനും അത് ജീവൻ ആപത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ഈ ഒരു എപ്പിസോഡ് ഞാൻ എടുക്കുകയാണ്. കാരണം ഇഷ്ടംപോലെ കേസുകൾ നമ്മൾ ഈ ഇടയ്ക്കും കൊല്ലത്തൊരു ഉമ്മയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടത് ഒരു മുള്ളുകൊണ്ടതാണ്. അപ്പോൾ അതാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും ജയചന്ദ്രനാണ്. ജയചന്ദ്രൻ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, എൻ്റെ വലത്തെ ചെവിയിൽ ഒരു ചെറിയ മൂളലുണ്ട്. ഓക്കെ.
വലത്തെ ചെവിയിൽ എത്ര നാളായി അച്ഛന് മൂളൽ തുടങ്ങിയിട്ട്? ഇത് ഒരു 5-6 മാസമായി. 5-6 മാസം. ഞാനൊരു ഡോക്ടറെ കണ്ടു, ENT കണ്ട് ചെവിയിൽ ഒഴിക്കാനുള്ള മരുന്നും തന്നു. പിന്നെ കഴിക്കാനായിട്ട് 10 ദിവസത്തേക്കുള്ള ടാബ്ലറ്റും തന്നു. ഓക്കെ. പക്ഷെ അത് ശകലം കുറവുണ്ട്. പക്ഷെ ഇത് കൃത്യമായിട്ട് മാറുന്നില്ല. അച്ഛാ, ഈ മൂളൽ അച്ഛന് ചെറിയ സൗണ്ടിലുള്ള മൂളലാണോ അതോ വലിയ സൗണ്ടിലുള്ള മൂളലാണോ? ഇല്ല, ചെറിയ സൗണ്ട്. ഈ മൂളൽ അച്ഛന് ഫുൾ ടൈം ആ മൂളൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണോ അതോ ഏതെങ്കിലും ഒരു? ഇല്ല, ചില സമയങ്ങളിൽ വൈകുന്നേരം രാത്രിയില് മാത്രം. ശരി. ഈ മൂളൽ കാരണം അച്ഛന് ഉറങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല, എന്നത്തെയും കൂട്ട് ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അച്ഛന് നമ്മൾ ഈ ചെവിയിലെ ഈ മൂളല് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് ചെവിക്കുള്ളിൽ ചെവിക്കായം എന്തെങ്കിലും നിറഞ്ഞിരിപ്പുണ്ടോ നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചെവിക്കായം ആദ്യം എടുത്തു കളയണം. അതിന് ഡോക്ടർ ഒന്ന് ക്ലീൻ ചെയ്തതാ, ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം നമ്മൾ മോസ്റ്റ് കോമൺലി കണ്ടുവരുന്നത് ചെവിക്കായം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് മുകളിൽ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ചെവിയുടെ കർണപടം എല്ലാം നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെവിയുടെ ഒരു ഞരമ്പിൻ്റെ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. പ്യുവർ ടോൺ ഓഡിയോമെട്രി എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. അപ്പോൾ ഈ ഞരമ്പിൻ്റെ ബലക്കുറവാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഈ ഒരു പ്രായത്തിൽ ചെവിയുടെ മൂളലിനുള്ള കാരണമായിട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അച്ഛന് കേൾവിക്കുറവ് ഉണ്ടെന്ന് മനസ്സിലാവുകയും ഞരമ്പിന് ബലക്കുറവുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അച്ഛന് ഒരു ചെവിയിൽ മാത്രമേ ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളൂ എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആ ഞരമ്പിനകത്ത് എന്തെങ്കിലും കുരുക്കളൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു MRI സ്കാൻ ചെയ്ത് നോക്കണം. അതല്ല, ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 ചെവിയിലും ഒരുപോലെ തന്നെ ഞരമ്പിന് ബലക്കുറവുണ്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഇത് പ്രായസംബന്ധമായിട്ടുള്ള കേൾവിക്കുറവാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതല്ല, ഒരു സൈഡിൽ മാത്രമുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമാണ് MRI സ്കാനിലോട്ട് പോവുക. അപ്പോൾ അച്ഛൻ ഇത് പ്രായസംബന്ധമായിട്ടുള്ള കേൾവിക്കുറവിൻ്റെ ഭാഗമായിട്ട് വന്ന ചെവിക്കുള്ളിലെ മൂളലാണെന്നുണ്ടെങ്കിൽ അച്ഛന് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് പ്രായസംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ കൂടെ വന്നൊരു സിംറ്റമാണ്. അച്ഛൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഈ മൂളലുമായിട്ട് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ഇത് ബുദ്ധിമുട്ട് കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ശ്രവണസഹായി വെക്കാൻ ശ്രമിക്കുക. ശ്രവണസഹായിയിൽ തന്നെ ടിൻറ്റസ് മാസ്കർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ മൂളലിൻ്റെ അതേ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് ഈ ശ്രവണസഹായി ഉണ്ടാക്കുകയും ഈ മൂളലിൻ്റെ സൗണ്ട് ക്യാൻസൽ ചെയ്യുകയും അങ്ങനെ നമുക്ക് ഈ മൂളൽ കേൾക്കാതിരിക്കാനും പറ്റും. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് വേണ്ടിയിട്ട് പല ഗുളികകളും അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഒന്നും സ്റ്റഡീസ് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റഡീസ് വന്നിരിക്കുന്നത്. ജിങ്കോ ബൈലോബ, പൈറസെറ്റാം പോലുള്ള മരുന്നുകളൊക്കെ നമ്മൾ സ്റ്റഡിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ടിനിറ്റസിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇപ്പം ഈ ഒരു ടിനിറ്റസ് മാസ്കർ പോലത്തുള്ള കേസുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അച്ഛന് ഇത് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഞരമ്പിൻ്റെ ബലക്കുറവുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ. ഡോക്ടർ, ഒരിക്കൽ കൂടി ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ മൂക്കിന്റെ പാലത്തിൽ ഉണ്ടാകുന്ന വളവുകൾ നമുക്ക് അറിയാം, ചില ജന്മനെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിനെന്താണ് പരിഹാരം? ഈ സർജറികൾക്കപ്പുറം അതിലെന്ത് ചികിത്സാ രീതിയാണുള്ളത്? മൂക്കിൻ്റെ പാലം എന്ന് പറയാം, മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ്, എനിക്ക് തോന്നുന്നു മൂക്കിൻ്റെ പാലത്തിന് വളവില്ലാത്തൊരു വ്യക്തിയെ ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം ഒരുവിധപ്പെട്ട എല്ലാവർക്കും മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ട്. അത് എപ്പം ചികിത്സിക്കണമെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ രോഗിക്ക് ആ പാലത്തിൻ്റെ വളവ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ രോഗിയെ ചികിത്സിക്കേണ്ട തന്നെ കാര്യമുള്ളൂ. മൂക്കിൻ്റെ പാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ജന്മന അല്ലെങ്കിൽ മുഖത്തിൻ്റെ വളർച്ചയുടെ സമയത്ത് തന്നെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഇത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ കുട്ടി വളർന്ന് വലുതായി വ്യക്തിയാവുന്ന കണ്ടീഷൻ ആ സമയം മൊത്തവും കൂടുള്ളൊരു കാര്യമാണ്. അല്ലാതെ 25ാമത്തെ വയസ്സിൽ പെട്ടെന്നൊരു വളവ് വരികയില്ല. അപ്പം നമ്മൾ ആ പേഷ്യൻറ്റിനെ അടുത്ത് ഹിസ്റ്ററി എടുക്കുമ്പോൾ കുഞ്ഞിലെ മുതലേ മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മൂക്കടപ്പ് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, രാത്രി കിടന്നുറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് അലർജി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അലർജിയുടെ കാരണമായിട്ടുണ്ടാകുന്ന മൂക്കിലേക്ക് ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് ബ്ലോക്ക് ചെയ്ത് സൈനസൈറ്റിസ് ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ മാത്രമേ നമ്മൾ മൂക്കിൻ്റെ പാലത്തിനൊരു ചികിത്സ വേണം എന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആശയം മുന്നോട്ട് വെക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതിന് പാലത്തിൻ്റെ വളവിന് വേണ്ടിയിട്ട് ഒരേ ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. പാലത്തിൻ്റെ വളവ് നേരെ ആക്കുന്ന സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു സർജറി മാത്രമാണ് അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത്. അല്ലാതെ മരുന്നോ കാര്യങ്ങളോ ഒന്നും
അതിന് ഇല്ല. അപ്പോൾ എല്ലാ പാലത്തിൻ്റെ വളവും നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പാലത്തിൻ്റെ വളവ് കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിന് സർജറിയിലോട്ട് പോകുന്നത്. ഇനി നൂതനമായിട്ടുള്ള ടെക്നോളജിയാണ് എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റിയാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം പണ്ട് കാലങ്ങളിൽ ഇത് കാണാതെ ചെയ്തിരുന്ന കണ്ടീഷനിൽ നിന്ന് ഇപ്പോൾ എൻഡോസ്കോപ്പ് ഇട്ട് വളരെ രീതിയിൽ ഇത് കണ്ട് വളവുള്ള ഭാഗം മാത്രം കട്ട് ചെയ്ത് നമ്മൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണത് എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുന്നത് തന്നെ. യെസ് ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്നും ശ്രീകുമാറാണ്. ശ്രീകുമാർ ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഞാൻ ശ്രീകുമാർ. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ഒരു മാസം മുമ്പ് മെഡിക്കൽ കോളേജിൽ എന്റെ വൈഫ് ഇതുപോലെ പെട്ടെന്ന് വെളുപ്പിന് കൊച്ചെ വിളിച്ചപ്പോഴത്തേക്ക് ഒരു വശത്ത് തിരിഞ്ഞ് ഏറ്റപ്പോഴത്തേക്കും ആ ചെവിയുടെ ഒരു വശത്ത് പെട്ടെന്ന് ബാലൻസ് പോകുന്ന പോലെ തലകറക്കമൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അത് ഞങ്ങൾ പല ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിൽ പോയി ENT തന്നെ കാണിച്ചു. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചു കഴിഞ്ഞിട്ട് MRI എടുത്തു. MRI എടുത്തതിന്റെ ട്രീറ്റ്മെന്റ് നടത്തി. ആ തലകറക്കത്തിനും ഒക്കെ കുറവുണ്ടായി, ബാലൻസ് ലെവലായി. പക്ഷെ എങ്കിലും ആ ഒരു സൈഡ് ഇപ്പോഴും ചെവി കേൾക്കുന്നുണ്ട് സാറേ. ഇപ്പം എങ്ങനെയാ തുടങ്ങിയത്? രാവിലെ എണീറ്റപ്പം കേൾവിക്കുറവായിട്ടാണോ തുടങ്ങിയത് അതോ തലകറക്കമായിട്ടാണോ തുടങ്ങിയത്? രാവിലെ ഒരു ദിവസം അതായത് 3-3 കൊച്ചിൻ പതിവ് നേരത്തെ ഏറ്റപ്പോൾ പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേക്കും എന്നാ വിളിക്കുന്നത് ചാടി ഏറ്റം. ആ ഏറ്റപ്പോൾ പെട്ടെന്നൊരു തലകറക്കം പോലെ ഒരു ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായതാ. അല്ല, തലകറക്കമായിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഇപ്പം പറയുന്നത് കേൾവിക്കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്? അതാ എനിക്ക് അറിയേണ്ടത്. ഈ രണ്ടും ഒരുമിച്ചാണോ തുടങ്ങിയത് അതോ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണോ കേൾവിക്കുറവ് തുടങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അതായത് ഈ തലകറക്കത്തോടനുബന്ധിച്ച് ചെറിയ മൂളലും ഇടിപ്പും മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ. ഇതിനെപ്പറ്റി തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ അവതാരിക 2ാമത്തെയോ 3ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നു, പെട്ടെന്നുണ്ടാവുന്ന കേൾവിക്കുറവ് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന്. ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ ശരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെവിയിലുണ്ടായ മൂളലും കേൾവിക്കുറവും അതിൻ്റെ കൂടെയുള്ള തലകറക്കവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെവിയുടെ ബാലൻസിനെ ബാധിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ആശുപത്രിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേൾവി പരിശോധിച്ചിട്ട് ഞരമ്പിന് ബലക്കുറവ് വന്നിട്ടുണ്ടോ അതിന് നമ്മൾ സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷനും പിന്നെ ചെവിക്ക് ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് MRI സ്കാനെല്ലാം എടുത്തത്. ഇപ്പം ഒട്ടും കേൾവി തിരിച്ച് കിട്ടിയില്ലെന്നാണോ കുറച്ച് കേൾവി തിരിച്ച് കിട്ടിയെന്നാണോ പറയുന്നത്? സ്റ്റിറോയിഡിന്റെ ഇഞ്ചക്ഷൻ എടുത്തില്ല, ഇഞ്ചക്ഷന് പകരമുള്ള ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ചായിരുന്നു. ഓക്കെ. ഈ ഗുളിക കഴിക്കുന്നതും ഇഞ്ചക്ഷൻ എടുക്കുന്നതിലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്റ്റിറോയിഡാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അപ്പോൾ സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് എടുത്തു അല്ലേ? എടുത്തു. എന്നിട്ട് നമുക്ക് ഹിയറിംഗിന്റെ ഇമ്പ്രൂവ്മെന്റ് വന്നില്ല എന്നല്ലേ പറയുന്നത്? നമ്മൾ ആ ഒരു ടൈം പീരീഡ്, അതായത് ഇതിനെ റിക്കവർ ചെയ്യിക്കാനുള്ള ഒരു ടൈം പീരീഡിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഒരു 90-95% ഒക്കെ വരുമെങ്കിലും നമ്മൾ ആ ടൈം ഡിലേ ആവുന്നതനുസരിച്ച് ഈ ഹിയറിങ്ങിന് വരുന്ന ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന, ഇപ്പോൾ 1 മന്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ചെവിക്ക് ഉള്ളിലേക്ക് ഇയർ ഡ്രമ്മിലൂടെ നമ്മൾ സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുത്ത് നോക്കാമെന്നേ ഉള്ളൂ. ചിലപ്പം ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടണമെന്നില്ല. പിന്നെ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി ചെയ്ത് നോക്കാം. പക്ഷേ ഇതെല്ലാം നമുക്ക് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്തിരുന്നെങ്കിൽ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പ് പറയായിരുന്നു. അപ്പം നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് അങ്ങനെ ഒരു സാധ്യത വളരെ കുറവായിട്ടാണ് പറഞ്ഞത്. ഒന്നും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഡോക്ടറോട് ചോദിക്കും. കോളേജിൽ പോകുന്നത് ഏറ്റവും ലാസ്റ്റാണ്. അപ്പൊ പുള്ളി ഡോക്ടർ ഒന്ന് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞത് ഒത്തിരി ലേറ്റ് ആയി, ആദ്യം തന്നെ എവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാമായിരുന്നു. അതെ. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. നമുക്കിപ്പോൾ അറ്റാക്ക് വരുമ്പം നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെന്റിന്റെ സമയത്തിനുള്ളിൽ ചെയ്താൽ നല്ലത് കിട്ടും എന്ന് പറയുന്ന പോലെ തന്നെ ചെവിയുടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനത്തെ പേഷ്യൻറ്റിനെ തരം തിരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല പ്രോഗ്നോസിസ്, അതായത് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളതും ചീത്ത റിസൾട്ട് കിട്ടും എന്നുള്ളതിൻ്റെ തരം തിരിച്ചതിനകത്ത് ഒരു പേഷ്യൻ്റ് ഈ കേൾവിക്കുറവിൻ്റെ കൂടെ, അതായത് പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവിൻ്റെ കൂടെ തലകറക്കവും ചെവിയുടെ മൂളലും ഉള്ള പേഷ്യൻസിൻ്റെ കേൾവി തിരിച്ച് കിട്ടാനുള്ള സാധ്യത കുറവായിട്ടാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതായത് പേഷ്യൻ്റ് ബുദ്ധിമുട്ടുള്ളത് കേൾവിക്കുറവ് മാത്രമാണ്. ഈ മൂളലോ തലകറക്കമോ ഒന്നും ഇല്ലാതെയാണ് ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് സഡനായിട്ട് ഉണ്ടാവുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ബാഡായിട്ടാണ് ഈ പേഷ്യൻറ്റിന് ഈ തലകറക്കവും മൂളലും കൂടെ വന്ന കേൾവിക്കുറവാണെങ്കിൽ തിരിച്ച് കിട്ടാനുള്ളതെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. എനിക്ക് മേ ബി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു റിസൾട്ട് ആയിരിക്കും. അതാ സ്റ്റിറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടാഞ്ഞത്.
അപ്പോൾ ഇനിയിപ്പം ഹലോ ഡോക്ടർ കോള് കട്ടായിട്ടുണ്ട് പ്രേക്ഷകർ. അപ്പോൾ ആ ബാലൻസ് പറയാനുള്ളൊരു പോയിന്റ് കൂടെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആ പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു ചെവി മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ആ ചെവിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള പുള്ളിക്കാരുടെ ലൈഫ്. എന്ത് വെച്ചാൽ വളരെ ശബ്ദം കൂടിയ എൻവയോൺമെൻറ്റലിലൊന്നും പോയി നിന്ന് സഡൻ ലൗഡ് നോയ്സ് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക. പിന്നെ കഴിക്കുന്ന ചില മരുന്നുകൾ ഈ ചെവിയെ ബാധിക്കാൻ, കേൾവിയെ ബാധിക്കാൻ സാധ്യതയുള്ള അങ്ങനത്തെ മരുന്നുകളൊക്കെ ഒഴിവാക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യെസ്, ചെവി, മൂക്ക്, തൊണ്ട ഇവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ സംസാരിച്ചത് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ENT രോഗങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ ENT വിഭാഗം കൺസൾട്ടന്റ് ഹെഡ് ആൻഡ് നെക്ക് സർജൻ ഡോക്ടർ സഞ്ജു ആറാണ് സംസാരിച്ചത്. ഡോക്ടർ നദിയുണ്ട്. ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.